ഹലോ, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ സ്ട്രൈറ്റ്നർ വെച്ച് നമുക്ക് സ്ട്രൈറ്റ് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് വരുന്നുണ്ട് അല്ലേ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവമുണ്ട് കേട്ടോ. അയൺ ബോക്സ് വെച്ച് നമുക്ക് സ്ട്രൈറ്റ് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തപ്പോഴത്തേനും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് മുടി എടുത്ത് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് നോക്കണം. പ്രത്യേകം ഞാൻ പറയണം കേട്ടോ, കുഞ്ഞു പിള്ളേർ ആരും മുതിർന്നവരാരും ഇല്ലാതെ ഇത് ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ബോക്സ് നല്ല ചൂടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുടിയിൽ അങ്ങനെ വെച്ച് ചെയ്യുന്നതൊന്നും നല്ലതല്ല. പക്ഷേ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്ട്രൈറ്റ്നറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ അയൺ ബോക്സ് എന്ന് വെച്ചാൽ അത്രയും നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള അയൺ ബോക്സ് ആയിരുന്നു കേട്ടോ എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിലത് ഒന്ന് ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരാരും അത് ചെയ്യരുത്, ഇതനുകരിക്കാൻ ആരും ശ്രമിക്കരുത്. ഞാനൊന്ന് വെറുതെ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ചെയ്തപ്പോൾ ഏതായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. വേണ്ട കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുടി. അപ്പോൾ ഇച്ചിരി മുടിയെടുത്ത് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് അതിനെക്കാട്ടിലും നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ഒക്കെ തന്നെയാണ്. പക്ഷെ ആരും ഇത് ചെയ്യാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് കറണ്ടാണ്, അതുപോലെ അയൺ ബോക്സാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് തലമുടി ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേശപ്പുറത്ത് നമ്മളിങ്ങനെ അയൺ ചെയ്യുന്നിടത്ത് തന്നെയാണ്, നമ്മൾ തുണി അയൺ ചെയ്യുന്നില്ലേ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് അയൺ ചെയ്യുന്നത് കേട്ടോ. കുറച്ചായിട്ട് മുടിയെടുത്ത് അയൺ ചെയ്ത് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ചെയ്തപ്പോഴൊക്കെ കൊള്ളാമല്ലോ, രസമുണ്ടല്ലോ. അപ്പം ഞാൻ ബാക്കിയും കൂടെ അങ്ങനെ ചെയ്തു. ബാക്കിലോട്ടൊന്നും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, ഫ്രണ്ടിൽ മാത്രം കുറച്ചൊന്ന് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പ്രത്യേകം ഞാൻ വീണ്ടും പറയാണ്, ഇതാരും ചെയ്യരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.